ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുന്ന ഈ ഒരു ഘട്ടത്തിൽ ഒരു പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി വധിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ സത്യത്തിൽ ഇറാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അവർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പരക്കം പായുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇറാനിലെ ഈ മതഭരണകൂടം, ഈ അയത്തുള്ള അലി ഖമനേയി നേതൃത്വത്തിലുള്ള മതഭരണകൂടം വാസ്തവത്തിൽ അവരുടെ ഈ അന്തം വിട്ടിരിക്കുകയാണ്. അവർക്ക് തലയ്ക്കൊരു അടി കൊണ്ട് മരവിച്ചിരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് ഇറാൻ ഭരണകൂടത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയെ മാത്രമല്ല, അതിൻ്റെ ഉപമേധാവിയെ കൂടി വധിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം പോലും ഇറാന് നൽകാൻ കഴിയുന്നില്ല. പക്ഷേ ഇസ്രയേൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ഇന്ന ആൾക്കാരെ വധിച്ചു എന്ന്. നമുക്കറിയാം, ഇസ്രയേൽ ഇതൊന്നും അങ്ങനെ വെറുതെ പറയില്ല. ഇസ്രയേൽ വളരെ കൃത്യമാണ് അവരുടെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ. അവർക്ക് പരിപൂർണമായിട്ടും ഉറപ്പുള്ള സംഗതി മാത്രമേ അവർ പറയുകയുള്ളൂ. അപ്പോൾ വളരെ എന്താ പറയുക, ലോകത്തെ തന്നെ ശരിക്കും ഇസ്രയേലിൻ്റെ ഈ ഒരു എന്താ പറയണ്ടേ, കൃത്യമായിട്ട് ശത്രുവിനെ തെരഞ്ഞു പിടിച്ച് വധിക്കുന്ന ആ ഒരു രീതി അത് ലോകത്തിന് നന്നായിട്ട് അറിയാം. അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇന്ത്യയ്ക്കും ഒക്കെ അവരുടെ ചാരസംഘടനയായ മൊസാദിൻ്റെ കഴിവുകൾ വളരെ കൃത്യമായിട്ട് അറിയാം. മൊസാദ് വളരെ കൃത്യമായിട്ടാണ് നേരത്തെയും ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അവരുടെ ഇസ്രയേലിൻ്റെ പല ശത്രുക്കളെയും അവർ വളരെ കൃത്യമായിട്ട്, അത് ഹമാസ് ആണെങ്കിലും ശരി, ഹിസ്ബുള്ള ആണെങ്കിലും ശരി, ഹൂതികളാണെങ്കിലും ശരി, ഏത് ശത്രുവും, ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്ന ഏതൊരു ശത്രുവിനെയും വളരെ കൃത്യമായി നേരിടുകയും അവരെ കൃത്യസമയത്ത് അവർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവരെ അപായപ്പെടുത്തി അവരെ ഇല്ലാതാക്കി കളയുകയും ചെയ്യുന്ന ഇസ്രയേലിൻ്റെ തന്ത്രം അത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരുപക്ഷെ ശരിയായിരിക്കും. നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് കൃത്യമായ സ്ഥാനങ്ങളിൽ കൊണ്ടുവന്നാണ് ഇട്ടേക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇറാനിലേക്ക് അവരുടെ എവിടെയൊക്കെ സാങ്കേതിക വിദ്യകളുള്ള അണവായുധ ശേഖരമുള്ള കൃത്യസ്ഥാനങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെയാണ് അവർ. അല്ലാതെ ഇറാൻ ഇപ്പം ഇടുന്നത് പോലെ തുരുതുര വിട്ടിട്ട് അതിലെ 100 ഇടുമ്പം പലതും അവർ തന്നെ ഇത് ചെയ്തിട്ട് അതിലേക്ക് വരാം. ഇറാന്റെ തിരിച്ചടിയെ കുറിച്ച് ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ പറയേണ്ടത് ഇസ്രയേലിന്റെ കരുത്താണ്. നമുക്കറിയാം, ഇറാന്റെ സൈനിക മേധാവി ബഗേരിയെ വളരെ കൃത്യമായിട്ട് വധിച്ചു. ഏതാണ്ട് 1 ഡസനിലധികം 12-ലധികം ആൾക്കാരെ, സൈനിക കമാൻഡർമാരെ അവർ ഇസ്രയേൽ വധിച്ചു. അത് വളരെ കൃത്യമായിട്ട് അവരുടെ വിവരങ്ങൾ അടക്കം പറയുകയാണ്. 13 ആണവ ശാസ്ത്രജ്ഞരെ ഞങ്ങൾ വധിച്ചു. അതിൽ 5 പേരുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചു. ബാക്കിയുള്ളത് ഇറാൻ മിണ്ടുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ 8-9 പേരുടെ പേരുകൾ കൃത്യമായിട്ട് ഈ ഇസ്രായേൽ പുറത്തുവിടുന്നു. ഞങ്ങൾ ഇന്ന ആൾക്കാരെ വധിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു വളരെ ആശങ്കയുളവാക്കുന്ന വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നിപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇറാൻ്റെ നിലനിൽപ്പ് വലിയ അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. അതേസമയം ഈ വടക്കൻ ഇസ്രയേലിൽ ഇറാൻ മിസൈലുകൾ അയക്കുന്നു, വലിയ തോതിൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നുണ്ട്. ശരിയാണ്, അത് ഈ പറഞ്ഞത് സത്യമാണ്. നമ്മൾ ഇറാനിലെ മരണസംഖ്യ കൂടി നേരത്തെ പറയേണ്ടതായിരുന്നു, അത് വിട്ടുപോയി. ഇറാനിൽ ഏതാണ്ട് 400-ലധികം പേര് മരിക്കുകയും 2000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇത് നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ മരണനിരക്ക് ഇനിയും കൂടും എന്നാണ്. ഈ പരിക്കേറ്റവർ പലരും ഗുരുതരമായ മാരകമായ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ മരണനിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. മറിച്ച് ഇപ്പുറത്ത് ഇസ്രയേലിൻ്റെ വടക്കൻ ഇസ്രയേലിലേക്ക് ഈ ഇറാൻ്റെ ആക്രമണം നടക്കുന്നുണ്ട്. ആ ആക്രമണം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമിക്കുന്നത്. പിന്നെ ഡ്രോണുകളും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഏതാണ്ട് 2300 കിലോമീറ്ററിൻ്റെ അകലം ഉണ്ട് ഈ ഇറാനും ഇസ്രയേലും തമ്മിൽ. അതുകൊണ്ട് തന്നെ മറ്റ് ഈ വ്യോമാക്രമണം, പോർവിമാനങ്ങളും മറ്റും അയച്ചുള്ള ആക്രമണം വലിയ പ്രശ്നമാണ്. കാരണം ഇടയ്ക്കുള്ള ഈ ജോർദാനും മറ്റുമൊക്കെ ഈജിപ്തുമൊക്കെ അവരുടെ വ്യോമപാത ഇറാന് വേണ്ടി തുറന്നു കൊടുക്കണം. ഇന്ന് അവരതിന് തയ്യാറാകും എന്ന് തോന്നുന്നില്ല. അങ്ങനെ വ്യോമപാത തുറന്നു കൊടുത്താൽ അത് അമേരിക്കയുടെ വലിയ അപ്രീതി ക്ഷണിച്ചു വരുത്തും. അതുപോലെ ഇസ്രായേൽ ഇവരെയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. വെറുതെ എന്തിനാണ് നമ്മളൊരു ഇല്ലാത്ത ഒരു പുലിവാലിൽ കയറി പിടിക്കാൻ പോകുന്നത് എന്നൊരു
ഒരു ചിന്തയാണ് മറ്റു രാജ്യങ്ങളെ നയിക്കുന്നത്. എന്തായാലും ഈ വടക്കൻ ഇസ്രയേലിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നുണ്ട്. അതിനെല്ലാം ഈ ഇസ്രയേൽ ഫലപ്രദമായിട്ട്, ഇസ്രയേലിൻ്റെ അയൺ ഡോം ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് ചെറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, ഈ പലരും ഇസ്രയേലിൽ തങ്ങളുടെ വീടുകളിലും മറ്റും ഇരുന്ന് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഈ ആകാശത്തൂടെ മിസൈൽ ഇങ്ങനെ കുതിച്ചു വരുന്നത് നമുക്ക് കാണാം. പക്ഷെ അത് ആകാശത്ത് വെച്ച് തന്നെ അതങ്ങനെ കത്തി പൊട്ടി അടർന്ന് ഒരു തീഗോളമായി കത്തിയമർന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ മിസൈലുകളൊന്നും തന്നെ ഇസ്രയേലിൽ പതിക്കുന്നില്ല. ഈ അയൺ ഡോമിൻ്റെ പ്രതിരോധം ഭേദിച്ച് ഏതാനും മിസൈലുകൾ അവിടെ പതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് 13 പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് 35 പേരെ കാണാതാവുകയും ചെയ്തതായി എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 200-ലേറെ പേർക്ക് പരിക്കേറ്റതായിട്ടും പറയുന്നുണ്ട്. അത് ഇസ്രയേൽ ഇത് സംബന്ധിച്ച് കൃത്യമായൊരു സ്ഥിരീകരണം ഇസ്രയേൽ കൊടുത്തിട്ടില്ല. ഇത് ഇസ്രയേലിലെ ബാത്യാമിലാണ് 61 കെട്ടിടങ്ങൾ തകർന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ബാത്യാം കഴിഞ്ഞ ദിവസം നെതന്യാഹു സന്ദർശിച്ചു. ഇന്നലെ നെതന്യാഹു അവിടെ സന്ദർശിച്ചു, സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി. ഈ വാർത്തകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കനത്ത ആൾനാശം ഇസ്രയേലിന് ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇറാൻ പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിനിടെ ഇറാനിലെ ടെഹ്റാനിലെ വ്യോമതാവളത്തിൻ്റെ നിയന്ത്രണം ഇസ്രയേൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഏറ്റെടുത്തതായിട്ടും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനൊന്നും പക്ഷെ സ്ഥിരീകരണമില്ല. അതിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും കൃത്യമായ ഒരു വിവരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരീകരണം പുറത്തു വിടുന്നില്ല. ഇങ്ങനെ ചില സൂചനകളുണ്ട്, ഇങ്ങനെ ചില വാർത്തകൾ കേൾക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ദ ഗാർഡിയൻ പോലെയുള്ള പത്രങ്ങൾ ഈ ഇസ്രയേൽ അങ്ങോട്ട് നടത്തുന്ന ആക്രമണത്തെയും ഈ ഇറാൻ്റെ തിരിച്ചടിയെയും ഒക്കെ വളരെ കൃത്യമായിട്ട് കുറേയൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമേരിക്കയിലും ബ്രിട്ടനിലുമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് റോയിട്ടേഴ്സ് പോലെയുള്ള വാർത്താ ഏജൻസികൾ കുറേ കൂടെ ആധികാരികമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ ഇറാൻ്റെ ചാരസംഘടനയുടെ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവിയുടെയും ഉപമേധാവിയുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പേരുകൾ പുറത്തു വന്നിട്ടില്ല. നമ്മൾ അറിയുന്നത് പോലെ സാധാരണ നിലയ്ക്ക് പുറത്തു വന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കില്ല. പലരും അണ്ടർഗ്രൗണ്ടിൽ വളരെ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. അവരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരേണ്ടത്. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്, അല്ലെങ്കിൽ വലിയ നാശമാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രഹരങ്ങളിൽ ഒന്നാണ് ഈ പറയുന്നത് പോലെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയുടെയും ഉപമേധാവിയുടെയും വധത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഘാതമാണ്. അവർ ആ ആഘാതത്തിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും എഴുന്നേറ്റ് തിരിച്ചടിക്കാൻ ഉള്ള കെൽപ്പുണ്ടാകും എന്ന് തോന്നുന്നില്ല. എല്ലാ അർത്ഥത്തിലും അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇസ്രായേലിൻ്റെ പ്രതിരോധത്തെ ഭേദിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇസ്രായേൽ കനത്ത പ്രതിരോധം ഉയർത്തി ഇറാൻ്റെ ഒരുവിധപ്പെട്ട ആക്രമണങ്ങളെ മുഴുവനും 99% ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നു. 1% മാത്രമാണ് ഇറാന് ലക്ഷ്യം കാണാൻ സാധിക്കുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിനെ അതിജീവിക്കാൻ ഉള്ള കരുത്ത് ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വലിയ ആഘാതമോ പ്രഹരമോ ഏൽപ്പിക്കാൻ ഇറാന് കഴിയില്ല എന്നുള്ളതും തീർച്ചയാണ്.